മങ്കയം വാട്ടർഫോൾസ് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ള ആൾക്കാർ അധികം അറിയാത്ത ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇന്നത്തെ നമ്മുടെ യാത്ര മങ്കയത്തേക്കാണ്. വെൽക്കം ടു ദി വേൾഡ് ഓഫ് ക്രിഷ് വണ്ടർലസ്റ്റ്. ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ രാവിലെ 5 മണിയോട് എടുത്തിട്ടുണ്ട്. നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇന്ന് പോകുന്നത് മങ്കയത്തേക്കാണ്, മങ്കയം വാട്ടർഫോൾസ്. ട്രിവാൻഡ്രത്തുള്ള നെടുമങ്ങാട് താലൂക്കിലെ പാലോട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് മങ്കയം എക്കോ ടൂറിസം വരുന്നത്. 45 കിലോമീറ്റേഴ്സാണ് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് മങ്കയത്തേക്കുള്ള ഡിസ്റ്റൻസ്. പുതിയൊരു ഐഡിയ, പേരയം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെയും കൂടെ വിസിറ്റ് ചെയ്തിട്ട് മങ്കയത്തേക്ക് പോകാം. സോ പേരയം ഞാനും ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. ലെറ്റ്സ് സീ. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് അപ്പോൾ പേരയത്തേക്ക് പോകുന്നത്. മങ്കയം പോകുന്നത് നമുക്ക് നേരെ കിടക്കുന്ന റൂട്ടായിരുന്നു. പേരയം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അക്കേഷ്യ പ്ലാന്റേഷൻ ഏരിയ ആണ്. അത്രയും മരങ്ങൾ ഒരുപോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അവിടെ ഒരു ഭംഗിയുണ്ട്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു സ്ഥലമാണ്. അതിനപ്പുറം പേരയത്ത് വേറൊന്നുമില്ല. പക്ഷേ അവിടെ നിന്ന് മങ്കയത്തേക്കുള്ള റൂട്ട് നല്ല സീനിക്കാണ്. മങ്കയത്ത് തട്ടായിട്ട് കിടക്കുന്ന വാട്ടർഫോൾസാണ് ഉള്ളത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന അപകടങ്ങൾ കാരണം ഇപ്പോൾ അവിടെ ഇറങ്ങാനായിട്ട് പറ്റില്ല. ബട്ട് അതിന് താഴെയായിട്ട് കുറേ സ്ട്രീംസ് ഉണ്ട്, അവിടെ നമുക്ക് ഇറങ്ങാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. മങ്കയം വാട്ടർഫോൾസിൻ്റെ ആ ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ മേളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ബ്രൈമൂർ എസ്റ്റേറ്റ് വരെ പോകാം. ഇത്തവണ എന്തായാലും മഴയുള്ളതുകൊണ്ട് നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ റൂട്ടിൽ പോകാൻ നല്ല രസമുണ്ട്. പേരയം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ പാലോട് റൂട്ടിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊരു ഡീവിയേഷൻ എടുത്തായിരുന്നല്ലോ പേരയത്തേക്ക്. സോ അത് കഴിഞ്ഞിട്ട് ഈ റൂട്ട് വഴി നമ്മളിപ്പോൾ പാലോട് വഴി മങ്കയത്തേക്ക് പോവാണ്. പാലോട് കഴിഞ്ഞ് ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ഒരു യൂ ടേൺ പോലെ ഉണ്ട് റൈറ്റിലേക്ക്. ആ യൂ ടേൺ എടുത്തിട്ട് വേണം നമുക്ക് മങ്കയം സൈഡിലേക്ക് കയറാൻ. ആ റോഡ് സ്ട്രെയിറ്റ് പോകണമെങ്കിൽ നേരെ തെങ്കാശിയാണ് ചെന്ന് കയറുന്നത്. നമ്മളാ ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് മങ്കയത്തേക്ക് പോകേണ്ടത്. സ്ട്രെയിറ്റ് പോകുകയാണെങ്കിൽ അത് പൊന്മുടി സൈഡിലേക്കുള്ള റൂട്ടാണ്. നമ്മൾ മങ്കയത്തേക്ക് വരുന്ന വഴിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈൻ ബോർഡ്സ് കാണാം. ഇതൊരു ആനത്താരയാണ്, സോ ജാഗ്രത പുലർത്തുക. 30 km/h ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആനകളൊക്കെ ചിലപ്പോൾ റോഡിലുണ്ടാവാൻ ചാൻസസ് കൂടുതലായതുകൊണ്ട് സൂക്ഷിച്ച് പോകണം എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഇടിഞ്ഞാറെന്നാണ്. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്നത് പൊന്മുടി ഹിൽസാണ്. അങ്ങനെ നമ്മൾ മങ്കയം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്തതിന് ശേഷം വേണം അകത്തേക്ക് കയറാനായിട്ട്. ഇത് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്. മങ്കയം എക്കോ ടൂറിസത്തിൻ്റെ കീഴിൽ വരുന്ന സ്ഥലമാണ്. ഞാനും കൂടെ ഉണ്ടേ. ഈ ഏരിയയിൽ ഒരുപാട് റിസോർട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പൊന്മുടി റെയിൻബോ റിസോർട്ട്, റിവർ വാലി എന്നൊക്കെ പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ റിസോർട്ട്സ് ഉണ്ട്. സോ ഇവിടുത്തെ ക്ലൈമറ്റും അത്യാവശ്യം നല്ലതാണ്. ഇഫ് യു വോണ്ട് ടു സ്റ്റേ, ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്യുന്നുള്ള. ആൻഡ് ലുക്ക് അറ്റ് ദ റോഡ്, അടിപൊളിയല്ലേ? കാടിനകത്തൂടെ പോകുന്ന സെയിം ഫീൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. നൈസ് സൈൻസ് ഓഫ് എലിഫൻറ്റ്. ആനപ്പിണ്ട് അവിടെ ആയിട്ട് കിടക്കുന്നുണ്ട്. ആന ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നല്ല കാട് റൂട്ട്, നിറയെ മുളയൊക്കെ ആയിട്ട്, അതുകൊണ്ടാണ് ആന ഒരുപാടുണ്ടാവും എന്നുള്ളത് ഫോറസ്റ്റുകാരും പറയുന്നത്. നേരത്തെ ഇവിടെ മങ്കയത്തുനിന്നൊരു ട്രെക്ക് ഉണ്ടായിരുന്നു ബ്രൈമൂർ വഴിയൊക്കെ, അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൊന്മുടി സൈഡിൽ നിന്നാണ് ട്രെക്ക് ഉള്ളത്. Yes, we are officially entering the Mangayam Ecotourism Zone. This is the gate.
വണ്ടിയുടെ കൗണ്ടിന് വേണ്ടിയിട്ട് ഒരു നമ്പേഴ്സ് എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മഴ ഉണ്ടായിരുന്നുകൊണ്ട് പച്ചപ്പൊക്കെ അടിച്ചിട്ടേ ഈ ഒരു റോഡ് ഭയങ്കര രസമുണ്ട് പോകാനായിട്ട്. പൊന്മുടിയുടെ സെയിം ഹൈറ്റിലാണ് ബ്രൈമൂറും ഏകദേശം വരുന്നത്. സോ ഒബ്വിയസ്ലി നമ്മൾ ക്ലൈംബ് ചെയ്ത് മേളിലോട്ട് പോവാണ് ഹെയർ പിന്നൊക്കെ എടുത്തിട്ട്. പൊന്മുടിയെക്കാട്ടിലും ഇതെനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. ബിക്കോസ് ഒന്ന് തിരക്കില്ല. പൊന്മുടി കുറച്ചുകൂടെ കൊമേഴ്ഷ്യലൈസ്ഡ് ആണ്. അവിടെ റോഡൊക്കെ വൈഡൻ ചെയ്തിട്ട് അത്യാവശ്യം ഇപ്പോൾ ഒരു ഹൈവേ പോലെയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ റോഡൊക്കെ നാരോ റോഡ്സാണ്, ഫുൾ കവേർഡ് വിത്ത് ഫോറസ്റ്റ്. നല്ല പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ കാട്ടിനകത്തൂടെ പോകുന്നൊരു ഫീൽ. അടിപൊളി. ഇപ്പോൾ നമ്മൾ ഏകദേശം ബ്രൈമൂർ എസ്റ്റേറ്റ് എത്താറായിട്ടുണ്ട്. കിടിലൻ റോഡാണ് കേട്ടോ. സോ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ പൊന്മുടി പോകുന്നതിനെക്കാട്ടിലും ഒബ്വിയസ്ലി ഐ വിൽ ചൂസ് ദിസ് പ്ലേസ്. ബിക്കോസ് പൊന്മുടി കുറച്ചുകൂടെ ഒരു ക്രൗഡഡ് പ്ലേസ് ആണ്. അവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാടുള്ളത് കൊണ്ടേ ഈ ഒരു സ്ഥലം ഈ നാരോ റോഡ് എന്നാൽ നല്ല കണ്ടീഷനിലുള്ള റോഡാണ്. ഫോറസ്റ്റ് ഈസ് നൈസ്. ആ ഒരു മഴ പെയ്ത് ഗ്രീനറിയൊക്കെ ഉള്ളതുകൊണ്ട് ഐ തിങ്ക് രാവിലെയൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം ഒരു മിസ്റ്റി മൂഡാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഹെയർ പിൻ ഈസ് ഓൾസോ പ്രിറ്റി നൈസ്. എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റുമാണ്. സോ ഒബ്വിയസ്ലി മൈ ചോയ്സ് ഓവർ പൊന്മുടി ഈസ് മങ്കയം ബ്രൈമൂർ റോഡ്. കൂടെയുള്ള എല്ലാവരും മേലോട്ട് ഓൾറെഡി കയറിപ്പോയി. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അവരുടെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദൂരം ഒറ്റയ്ക്ക് കാടിനകത്തൂടെ ഓടിച്ചു വരുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഓഹോ, നൈസ് എക്സ്പീരിയൻസ്. പണിയായുധങ്ങളൊക്കെ ഉണ്ടല്ലോ. ബാക്ക്ഗ്രൗണ്ടിൽ ആ പൊന്മുടി ഹിൽസൊക്കെ കാണാം. ആക്ച്വലി പൊന്മുടിയുടെ ആ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വാലിയൊക്കെയാണിത്. സോ ഇറ്റ് ഈസ് നോട്ട് ആസ് ഹൈ ആസ് പൊന്മുടി. This is Braimur Estate Road. Yes, this is the end of the road. From here the estate road starts.
സൺഡേ റൈഡ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് തന്നെ പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ട് മീൻസ് എ ലോട്ട് ടു മീ. See you soon with the next one. Until then, adios amigos.